പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ജു വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തായാലും വിജയലക്ഷ്മിയെ പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ വൈകിക്കുന്നത് ശരിയല്ല. അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം. ഇതിന്റെ ഭാഗമായി ഒടുവിൽ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് രഞ്ജു വന്നെത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വിജയലക്ഷ്മി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു. ഇതോടെ അമ്മയ്ക്ക് ഇനിയും എന്നോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് രഞ്ജു. എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കുക എന്നത്. അത് ചെയ്തത് ഇത്ര വലിയ കുറ്റമാണോ? അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ലേ? എന്നോട് ക്ഷമിക്കൂ അമ്മേ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ എന്തോ നീ എന്നെ അനുസരിക്കാത്തത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാതും കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഞാനും തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനിയും പ്രശ്നമുണ്ടാക്കിയിട്ട് എന്താണ് ഉണ്ടാവുക? യാതൊരു ഉപകാരവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി നിന്നോട് യാതൊരു വിഷമവുമില്ല. ഞാനത് പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നുമില്ല. കാര്യങ്ങൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതോടെ വിജയലക്ഷ്മിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന രഞ്ജു എന്തായാലും വീട്ടിലേക്ക് അമ്മ വരണമെന്നും മാത്രവുമല്ല അമ്മയ്ക്ക് ഒരു വിരുന്ന് നൽകണം എന്നുമുള്ള ആഗ്രഹം തൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് രഞ്ജു ചെയ്യുന്നത്. മാത്രവുമല്ല ഞാൻ നേരെ പോയി ഗീതുവിനെയും ഗോവിന്ദിനെയും വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരും ഞങ്ങളുടെ കൂടെ ഒരു ഡിന്നറിന് ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. അമ്മയും അതിന് എതിര് നിൽക്കാതെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകും. അമ്മ എന്നെ എതിർക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേൾക്കുന്ന വിജയലക്ഷ്മി ഇനി ഞാൻ എതിർക്കുന്നില്ല. നീ വിളിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ കൂടെ വരാം എന്നുള്ള ഉറപ്പ് നൽകുകയും പരിഭവമെല്ലാം മറക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ എത്ര നാൾ ആ രഹസ്യം അവളിൽ നിന്ന് ഇനി മറച്ചു വയ്ക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. അധികനാൾ ഈ കളി മുന്നോട്ട് പോവുകയില്ല. അത് സത്യം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രഞ്ജു എല്ലാ സത്യവും അറിയുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന വിജയലക്ഷ്മി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രഞ്ജുവിൻ്റെ ഭർത്താവ് മുന്നിലേക്ക് കടന്നു വരുന്നു. ഇതോടെ ഗോവിന്ദിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ചതി ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.